Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിൽ വ്യാപക പ്രതിഷേധം. പഴയങ്ങാടിയിൽ ഭേദഗതി ബില്ലിന്റെ കോപ്പി കത്തിച്ചു. പയ്യന്നൂരിൽ LDFന്റെയും UDFന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും. ഹിന്ദു ഐക്യവേദി പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹിന്ദു അവകാശ മുന്നേറ്റ യാത്രയ്ക്ക് പയ്യന്നൂരിൽ സമാപനം. സമാപന പരിപാടി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തങ്കയമുക്കിലെ അപകടം ഒഴിവാക്കുന്നതിനായി ഗതാഗത പരിഷ്കാരമൊരുങ്ങി. പുതിയ തീരുമാനങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ സംയുക്ത പരിശോധനയ്ക്ക് ശേഷം. ഇടപെടൽ പഞ്ചായത്ത് നൽകിയ പരാതിയെ തുടർന്ന്. മാലിന്യത്തിൽ നിന്ന് മോക്ഷം കിട്ടാതെ പരിയാരം അലക്യം തോട്. തോട് സംരക്ഷണത്തിനായി ആവിഷ്കരിച്ച പദ്ധതികൾ ഒന്നും ഫലം കാണുന്നില്ല. അവഗണിച്ച് ഇല്ലാതാക്കുന്നത് വേനലിലും വറ്റാതെ ഒഴുകുന്ന ജലസ്രോതസ്സിനെ. പെരുമ്പ KSRTCക്ക് സമീപം ദേശീയപാതയിൽ ഡിവൈഡറിലിടിച്ച് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാവുന്നു. ആവശ്യമായ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നില്ല. അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ച് LDF പഴയങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനവും ഭേദഗതി ബില്ലിന്റെ കോപ്പിയും കത്തിച്ചു. CPM ജില്ലാ സെക്രട്ടറി TV രാജേഷ് പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ച LDFന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഭേദഗതി ബില്ലിന്റെ കോപ്പി കത്തിച്ചു. CPM ജില്ലാ സെക്രട്ടറി TV രാജേഷ് പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, മോഡി എത്ര കിളഞ്ഞു പരിശ്രമിച്ചാലും എന്തെല്ലാം ഉത്തരവുമായി മുന്നോട്ട് വന്നാലും പൗരത്വ നിയമ ഭേദഗതി ബില്ല് അതിന്റെ സ്ഥാനം അറബിക്കടലിലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. താവം ബാലകൃഷ്ണൻ, M വിജിൻ MLA, V വിനോദ്, K പത്മനാഭൻ, CP ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതിൽ വ്യാപക പ്രതിഷേധം. പയ്യന്നൂരിൽ LDFന്റെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലവും കത്തിച്ചു. പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കിയതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. LDF പയ്യന്നൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. നിരവധി പേർ പ്രകടനത്തിൽ പങ്കാളികളായി. തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഭയപ്പെടുത്തുന്ന ഒരന്തരീക്ഷമാണ് സംജാതമാകുന്നത്. ഇന്ത്യയുടെ, ഭാരതത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ഇതിലൂടെ വെളിക്ക് വരികയാണ്. P. ജയൻ അധ്യക്ഷനായി. പോത്തേര കൃഷ്ണൻ, KK കൃഷ്ണൻ,
കെ ഹരികുമാർ, ടി വിശ്വനാഥൻ, OT സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ സൂചകമായി പ്രധാനമന്ത്രിയുടെ കോലം പ്രവർത്തകർ കത്തിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ UDF പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KT സഹദുള്ള ഉദ്ഘാടനം ചെയ്തു. പൗരത്വ ഭേദഗതി ബില്ല് രാജ്യത്ത് നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ചാണ് UDF പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KT സഹദുള്ള ഉദ്ഘാടനം ചെയ്തു. പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കുന്നതോടുകൂടി രാജ്യത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുമെന്നും സമാധാനാന്തരീക്ഷം തകരുമെന്നും KT സഹദുള്ള പറഞ്ഞു. UDF മുനിസിപ്പൽ ചെയർമാൻ A. രൂപേഷ് അധ്യക്ഷനായി. DCC സെക്രട്ടറി AP നാരായണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ്, D. സജിത് ലാൽ, VV സുഭാഷ്, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, VKP ഇസ്മായിൽ, VK ഷാഫി, P. രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. KK അഷ്റഫ്, നവനീത് നാരായണൻ, ഫായിസ് കൗവായി, KP മോഹനൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഹിന്ദു ഐക്യവേദി പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹിന്ദു അവകാശ മുന്നേറ്റ യാത്രയ്ക്ക് പയ്യന്നൂരിൽ സമാപനം. സമാപന പരിപാടി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിൽ നിന്ന് ക്ഷേത്രഭരണം മോചിപ്പിക്കാൻ, സാമൂഹ്യനീതിക്കു വേണ്ടി, സാംസ്കാരിക ധ്വംസനത്തിനെതിരെ, സനാതനധർമ്മ സംരക്ഷണത്തിനായി എന്നീ സന്ദേശങ്ങളുമായാണ് ഹിന്ദു ഐക്യവേദി പയ്യന്നൂർ താലൂക്ക് പ്രസിഡന്റ് ചന്ദ്രൻ ഏഴിലോടിന്റെ നേതൃത്വത്തിൽ ഹിന്ദു അവകാശ മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചത്. യാത്രയുടെ സമാപനം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ടൗൺ സ്ക്വയറിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അവരുടെ വഴി മുടക്കിക്കൊണ്ട് അവരെക്കാളൊക്കെ മുന്നിൽ ഞങ്ങൾ കയറി നിൽക്കണം എന്നുള്ള അഹങ്കാരത്തോടെയൊന്നും അല്ല ഈ യാത്ര. മറ്റുള്ളവർക്കൊപ്പം എത്താനുള്ള ആഗ്രഹമാണ്. തുല്യതയ്ക്ക് വേണ്ടിയാണ്, സാമാന്യ നീതിക്ക് വേണ്ടിയാണ് ഹിന്ദു ഐക്യവേദി ഈ യാത്ര നടത്തുന്നത്. അവകാശ മുന്നേറ്റ യാത്ര എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ മനുഷ്യന് വേണ്ടുന്ന ഏറ്റവും വലിയ അവകാശം എന്താ? 1948 ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലോ. താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് മോഹനൻ വടക്കൻ അധ്യക്ഷനായി. നേതാക്കളായ ഹരിഹരൻ മണിയാണി, നിഷ ടീച്ചർ, A. ശ്രീധരൻ, PV ശ്യാമോഹൻ, T. സുരേഷ്, CO മനേഷ്, ചന്ദ്രൻ ഏഴിലോട് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടോന്താറിൽ നിയന്ത്രണം വിട്ട കാറ് വെയിറ്റിംഗ് ഷെൽട്ടർ ഇടിച്ചു തകർത്തു. അപകടത്തിൽ കാർ യാത്രികർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട കാർ കണ്ടോന്താർ ചെറുവിച്ചേരി റോഡിന് സമീപത്തെ വെയിറ്റിംഗ് ഷെൽട്ടർ ഇടിച്ചു തകർത്തു. ചൊവ്വാഴ്ച രാവിലെ 8:45 അപകടം നടന്നത്. അപകടത്തിൽ നിസ്സാര പരിക്കുകളോടെ കാർ യാത്രികർ രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ വെയിറ്റിംഗ് ഷെൽട്ടർ പൂർണ്ണമായും കാറിന്റെ മുൻഭാഗവും തകർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തങ്കയമുക്കിലെ അപകടം ഒഴിവാക്കുന്നതിനായി ഗതാഗത പരിഷ്കാരം ഒരുങ്ങി. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. തങ്കയമുക്കിലെ അപകടാവസ്ഥ കണക്കിലെടുത്ത് പഞ്ചായത്ത് നൽകിയ പരാതിയെ തുടർന്നാണ് പരിശോധന നടന്നത്. അപകടം പതിവായ തങ്കയമുക്കിലെ ഗതാഗത പ്രശ്ന പരിഹാരത്തിന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും വാർഡ് മെമ്പറും അധികൃതർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കലക്ടർ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്താൻ നിർദ്ദേശിച്ചത്. ഇതിന്റെ ഭാഗമായി RTO, PWD, പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് തങ്കയമുക്കിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ താൽക്കാലിക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത്. പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് തൃക്കരിപ്പൂർ റോഡിലേക്ക് കടത്തി നിർത്താനും, തങ്കയം താലൂക്ക് ആശുപത്രി റോഡിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കാനും, കാലിക്കടവ് റോഡിൽ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് ബോർഡ് സ്ഥാപിക്കാനുമായാണ് ഇപ്പോൾ തീരുമാനം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, പഞ്ചായത്ത് അംഗങ്ങളായ രജീഷ് ബാബു, ഫായിസ് ബേരിച്ചേരി, SIമാരായ മനോജ് കുമാർ, PG സാജൻ, MVI ചന്ദ്രകുമാർ, AMVI പ്രവീൺ കുമാർ, PWD ഓവർസിയർ വിക്ടോറിയ, PWD AE ബിജു എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാലിന്യത്തിൽ നിന്ന് എന്ന് മോക്ഷം കിട്ടുമെന്നറിയാതെ കടുത്ത വേനലിലും വറ്റാതെ ഒഴുകുകയാണ് പരിയാരത്തെ അലക്യം തോട്. തോട് സംരക്ഷണത്തിനായി പല പദ്ധതികളും തയ്യാറാക്കിയെങ്കിലും കാലം ഇത്ര കഴിഞ്ഞിട്ടും ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല.
അലക്യം തോട്ടിൽ മാലിന്യം നിറഞ്ഞില്ലെങ്കിൽ തോട്ടിലെ വെള്ളം കുടിവെള്ള വിതരണത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. തോട് സംരക്ഷണ പ്രവർത്തനങ്ങൾ നിരവധിയായി നടത്തിയെങ്കിലും ഇതുവരെ ഒന്നും ഫലം കണ്ടില്ല. ചെറുതാഴം, കടന്നപ്പള്ളി, പാണപ്പുഴ പഞ്ചായത്തിലെ ജലസ്രോതസ്സാണ് ഈ തോട്. കൃഷി നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്യുന്നു. പെരിയാരം ആയുർവേദ കോളേജിലേക്ക് ശുദ്ധജലം പോകുന്ന കിണർ സ്ഥിതി ചെയ്യുന്നതും തോടിനരികിലാണ്. ശുചിമുറി മാലിന്യം ഉൾപ്പെടെ ഈ തോട്ടിലേക്ക് ഒഴുകി വരികയാണ്. ഇത് വെള്ളത്തെയും ചെറുമീനുകളെയും ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെയും പ്രകൃതിയെയും ഏറെ ബാധിക്കുന്നുണ്ട്. ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യവും തോട്ടിലെ വെള്ളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തോടിന് ഭിത്തി കെട്ടി സംരക്ഷിക്കാനും ദേശീയപാതയിൽ ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും നാളിതുവരെയായി നടപ്പാക്കിയിട്ടില്ല. വറ്റാത്ത ഉറവക്കായി നാടൊന്നിച്ചണിനിരന്നാലേ അലക്യം തോടിന് മോക്ഷം കിട്ടൂ. വേനൽ ചൂടിൽ നാടാകെ ഉരുകുമ്പോൾ വറ്റാത്ത ജലസ്രോതസ്സായി മാറുകയാണ് അലക്യം തോട്. സംരക്ഷിച്ചു നിർത്തുകയാണെങ്കിൽ നാളേക്ക് കരുതി വയ്ക്കാവുന്ന അമൂല്യ സമ്പത്താണ് ഇത്തരം ജലാശയങ്ങൾ. പെരിയാരം മെഡിക്കൽ കോളേജിന് സമീപം ദേശീയപാതയോരത്തെ ഈ തോട് മാലിന്യം നിറയുന്നത് കാരണം ഉപയോഗശൂന്യമാണിപ്പോൾ. വേനലിൽ വെള്ളം കിട്ടാതെ ഒട്ടേറെ പേർ പരക്കം പായുമ്പോൾ സമൃദ്ധമായ ഈ ജലസ്രോതസ് സംരക്ഷണമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാതക്കരികെ മാലിന്യം പേറി അവഗണിക്കപ്പെടുകയാണ് ഈ നീർച്ചാൽ. അലക്യം തോടിനെ സംരക്ഷിക്കണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് കാലമേറെയായെങ്കിലും ഫലമുണ്ടായിട്ടില്ല. മാലിന്യം നീക്കി അരികുകൾ കെട്ടി സംരക്ഷിക്കുകയും മാലിന്യം തള്ളുന്നത് നിരോധിക്കുകയും ചെയ്താൽ നാളേക്കുള്ള മികച്ച ശുദ്ധജല സ്രോതസ്സായി ഈ തോട് മാറും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പെരുമ്പ KSRTCക്ക് സമീപം ദേശീയപാതയിൽ ഡിവൈഡറിലിടിച്ച് അപകടം തുടർക്കഥയാവുന്നു. ആവശ്യമായ മുന്നറിയിപ്പ് സംവിധാനമില്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാവുന്നത്. ബസ് ബേ ഉണ്ടായിട്ടും ബസ്സുകൾ റോഡിൽ തന്നെ നിർത്തുന്നതും അപകടത്തിന് കാരണമാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ പെരുമ്പ KSRTC സ്റ്റാൻഡിന് സമീപം ഡിവൈഡറിൽ ലോറി ഇടിച്ചുണ്ടായ അപകടമാണിത്. കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയത്. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. സമാനമായ അപകടം ഇവിടെ ഇടയ്ക്ക് പതിവാണ് താനും. റോഡിൽ ഡിവൈഡർ ഉണ്ടെന്ന് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സൂചനാ ബോർഡും ഇവിടെ നിലവിലില്ല. റോഡിൽ ചെറിയ ഹമ്പുകൾ സ്ഥാപിക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. പെരുമ്പ പള്ളിക്ക് സമീപവും സമാനമായ അവസ്ഥയാണ്. എന്നാൽ അല്പം വളവും ജംഗ്ഷനും എല്ലാം ഒത്തുചേരുന്ന KSRTC സ്റ്റാൻഡിന് സമീപമാണ് അപകടം തുടർക്കഥയാകുന്നത്. ദീർഘദൂര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയും. ഇപ്പം നമുക്കിതിൻ്റെ കുറച്ച് മുന്നിൽ KSRTCന് മുന്നിൽ ഒരുപാട് വീതിയുണ്ട് റോഡിന്. അതിനുശേഷമാണ് ഈ ഡിവൈഡർ വരുന്നത്. പക്ഷേ ആ ഡിവൈഡർ ഉണ്ട് എന്ന് തെളിയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ഒരു ഹൈലൈറ്ററോ അല്ലെങ്കിൽ ഒരു നമ്മുടെ റോഡിലേക്ക് അടിക്കുന്ന കടകട അടിക്കുന്ന ഒരു സംവിധാനമില്ല. അപ്പോൾ അവർ ഹൈ സ്പീഡിലായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്തായാലും ട്രക്ക് ഹൈ സ്പീഡ് ഫുൾ ലോഡായിരുന്നു. അവരിത് കാണുന്നില്ല. പിന്നെ അവർ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരം ഡിവൈഡർ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടേക്ക് അവർ കയറിയിരിക്കുന്നത്. പക്ഷേ ഹൈ ജമ്പായിരുന്നു കേട്ടോ ഡിവൈഡർ. അത് ജാമായിട്ട് അടിച്ചിട്ട് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അപ്പുറം പോകും അല്ലെങ്കിൽ ഇപ്പുറം പോകും. അത്രയും ഹെവി ആയിരുന്നു. വണ്ടിയുടെ സ്പീഡും അങ്ങനെയായിരുന്നു. അത് കാണുന്നില്ലേ, ആ സാധനം അങ്ങനെ ആവണമെങ്കിൽ അത് ജാമായിട്ട് അവിടെ നിന്ന് പ്രൊപ്പലർ ഷാഫ്റ്റ് ജാമായിട്ട് അവിടെ നിന്ന് ആ ട്രക്ക്. ബസ്സുകൾക്കായി ഒരുക്കിയ ബസ് ബേ ഉണ്ടെങ്കിലും ബസ്സുകൾ ഭൂരിഭാഗവും ഇതിലൂടെ പോകാൻ തയ്യാറല്ല. അവയാകട്ടെ നിർത്തിയിടുന്നത് റോഡരികിൽ തന്നെയാണ്. ചില സമയം ഒന്നിൽ കൂടുതൽ ബസ്സുകൾ ഇവിടെ നിർത്തിയിടാറുമുണ്ട്. ഇതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കാത്തതും പോലീസിന്റെ അഭാവവും പ്രശ്നം കൂടുതൽ വഷളാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം എന്നാണ് പൊതുവായ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF കല്യാശ്ശേരി മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പഴയങ്ങാടിയിൽ നടന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ഭരണഘടനയും മതേതരത്വവും സാഹോദര്യവും സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന്റെ MPമാർ ലോക്സഭയിൽ എത്തേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്ന് സതീഷ് ചന്ദ്രൻ പറഞ്ഞു. ഈ ജില്ലകളടക്കം കയ്യൂരിലും കരിവണ്ണൂരിലും മോളാറിലും അടക്കം നടന്ന ഉജ്ജ്വലമായ സാമ്രാജ്യവിരുദ്ധ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യ എന്ന ആശയം ഉണ്ടായത്. ഇന്ത്യ ഒരു രാജ്യത്തിന്റെ പേര് മാത്രമല്ല, പുതിയ തലമുറ തിരിച്ചറിയുന്നു ഇന്ത്യ ഒരു ആശയത്തിന്റെ പേരാണ്. അനേകായിരം രക്തസാക്ഷികൾ വിവിധ ജാതിയിലും മതങ്ങളിലും ജനിച്ച ഹിന്ദുവും മുസ്ലിമും സിഖുമായ എണ്ണിയാലൊടുങ്ങാത്ത ധീര രക്തസാക്ഷികൾ. കാസർഗോഡ് ലോക്സഭ ഇടതുപക്ഷ സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ, മുൻ MLA TV രാജേഷ് എന്നിവർ രക്ഷാധികാരികളായി. P നാരായണൻ ചെയർമാനും K പത്മനാഭൻ ജനറൽ കൺവീനറുമായി 351 അംഗ കല്യാശ്ശേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. താവം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി നിയോജക മണ്ഡലം LDF സെക്രട്ടറി K പത്മനാഭൻ, CP ബാബു, PT സുരേഷ് ബാബു, ബാബുരാജ് ഉളിക്കൽ, കല്യാട്ട് പ്രേമൻ, ഹാഷിം അരിയിൽ, TV രാജേഷ്, M വിജിൻ MLA, V വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു.
നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. തെയ്യം ആവേശമായി കൊണ്ടുനടക്കുന്നവരാണ് വടക്കേ മലബാറിലെ കുട്ടികൾ. തെയ്യത്തെ തങ്ങളുടേതായ രീതിയിൽ ഇവർ പുനരാവിഷ്കരിക്കാറുമുണ്ട്. തെയ്യത്തിന്റെ മുഖത്തെഴുത്തും ഉടയാടകളും ചെണ്ടമേളവുമെല്ലാം കണ്ടും കേട്ടും പഠിക്കുകയും കെട്ടിയാടുകയും ചെയ്ത് സോഷ്യൽ മീഡിയയിൽ താരങ്ങളായ ഒരു കൂട്ടം കൊച്ചുമിടുക്കന്മാരുടെ വിശേഷങ്ങളിലേക്ക്. തെയ്യങ്ങളെ തങ്ങളുടേതായ ഭാവങ്ങളിൽ പുനരാവിഷ്കരിച്ച് കുട്ടികൾ അവധിക്കാലവും മറ്റും ആഘോഷമാക്കാറുണ്ട്. ഇതിൽ പലതും സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് താനും. അത്തരത്തിൽ അപൂർവങ്ങളായ തെയ്യങ്ങളെ തങ്ങളുടേതായ രീതിയിൽ പുനരാവിഷ്കരിച്ച് ഇതിനകം ശ്രദ്ധേയമായി കഴിഞ്ഞ ഒരു കൂട്ടം കുട്ടികളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യം ഇവർ കെട്ടിയാടിയ തെയ്യങ്ങളുടെ വിശേഷം. ഇവരാണ് ആ മിടുക്കന്മാർ. മാവിച്ചേരി ചിറമ്പക്കാവിന് സമീപം ഇവർ തെയ്യംകെട്ടിനായി പ്രത്യേക സ്ഥലം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പല തെയ്യങ്ങളുടെയും മുഖത്തെഴുത്തും ചെണ്ടമേളവും തെയ്യങ്ങളുടെ വേഷവും ഇവർ പഠിച്ചെടുത്തു. ക്ഷേത്രപാലകൻ, വലിയ മുടി തെയ്യം, ഒപ്പം അപൂർവമായി മാത്രം കെട്ടിയാടാറുള്ള വസൂരിമാല എന്നിവയാണ് ഇവർ അവസാനമായി കെട്ടിയാടിയത്. വസൂരിമാലയുടെ ചിത്രങ്ങൾ ഗൂഗിൾ വഴി എടുത്താണ് ഇവർ മനസ്സിലാക്കിയത്. തെയ്യാട്ടക്കാവുകളിൽ ഇവർ എത്തിയാൽ നിരീക്ഷണമാണ്. തെയ്യം കലാകാരന്മാർക്കൊപ്പം കൂടി മുഖത്തെഴുത്തും ചെണ്ടമേളവും മനസ്സിലാക്കും. ചെണ്ടമേളം കണ്ടും കേട്ടും മനസ്സിലാക്കി ഇപ്പോൾ ഇവർ പലകയിൽ കോലുകൊണ്ട് തീർക്കുന്ന താളം അത്രത്തോളം മനോഹരമാണ്. ഓരോ തെയ്യത്തിനും വെവ്വേറെ താളങ്ങളും ഇവർ പഠിച്ചു വച്ചിട്ടുണ്ട്. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 മുതൽ 9 വരെ പഠിക്കുന്ന ദേവനന്ദ്, അർജുൻ, ഋഷഭ്, ഇഷാൻ, നവതേജ്, പയ്യന്നൂർ BMLP സ്കൂൾ 3ാം ക്ലാസ് വിദ്യാർത്ഥി ശിവത് എന്നിവരാണ് സംഘത്തിലുള്ളത്. ഇപ്പോൾ തെയ്യം കെട്ടാൻ തുടങ്ങി ആലോചിച്ച് നേരത്തെ ആടെ അടുത്തൊരു തെയ്യം അവിടെ കണ്ട് ആലോചിച്ചു കാപ്പാട്ട് ആടെ പോയി തെയ്യത്തിനെല്ലാം ഇതാക്കി. പിന്നെ ഇതന്ന് വീടെ പോയിട്ട് കാർബോർഡെല്ലാം എടുത്തു നല്ലൊരു രൂപ നോക്കി വെച്ചിട്ട് രൂപം ഉണ്ടാക്കി. പിന്നെ അതിന് വേണ്ട ഡിസൈൻ അങ്ങനത്തെ എല്ലാം ആക്കി. 9-ാം തീയതി മിനിയാന്നമ്മ കെട്ടി. ഇങ്ങനെ കുറെ ആളും വന്നു കണ്ട് വീഡിയോയിലെടുത്തു. ഏതൊക്കെ തെയ്യങ്ങളാ കിട്ടിയത്? ക്ഷേത്രപാലകൻ, കുളിയൻ, വില്ലമുടി, വസൂരിമല, 4 തെയ്യങ്ങളും കെട്ടി. ഇതിനെക്കാട്ടി മുമ്പേ നമ്മ തെയ്യം കെട്ടി കളിക്കലുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഈ കുട്ടികൾക്ക് തെയ്യം കെട്ട് തുടരാൻ തന്നെയാണ് തീരുമാനം.
തെയ്യം എന്നത് വടക്കൻ കേരളത്തിലെ കുട്ടികളിൽ ഒരു വികാരം തന്നെയാണ്. തെയ്യാട്ടക്കാവുകളിൽ കാഴ്ചക്കാരായി ഏറ്റവും കൂടുതൽ ആവേശത്തോടെ എത്തുന്നതും കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ അവരുടേതായ രീതിയിൽ തെയ്യങ്ങളെ പുനരാവിഷ്കരിക്കുന്നത്. അത്തരത്തിൽ ഇതിനകം ശ്രദ്ധേയമായി കഴിഞ്ഞ ഒരു കൂട്ടം കുട്ടികളെയാണ് ഞങ്ങളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. ക്യാമറമാൻ അഗ്നിവേശ് കുഞ്ഞിമംഗലത്തിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒളവറ റോഡ് പാലം അപകട ഭീഷണിയിൽ. 50 വർഷത്തിലധികം പഴക്കമുള്ള പാലം തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ പുതിയ പാലത്തിനായുള്ള നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ്. കൗവായ്ക്കായലിന്റെ കൈവഴിയായ ഒളവറപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന്റെ അടിഭാഗത്തെ ബീമുകൾ തകർന്ന് കമ്പികൾ തുരുമ്പെടുത്ത നിലയിലാണുള്ളത്. പാലത്തിന്റെ ബലക്ഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ പാലം പുതുക്കിപ്പണിയേണ്ടതിന്റെ ആവശ്യകത അധികൃതർക്ക് ബോധ്യപ്പെട്ടതാണ്. എന്നാൽ ഇതുവരെ നടപടിയുണ്ടായില്ല. മുൻപ് പാലത്തിന്റെ കൈവരികൾ പുതുക്കി നിർമ്മിച്ചതല്ലാതെ പാലത്തിന്റെ അടിഭാഗം ബലപ്പെടുത്തുന്നതിനോ പുതുക്കി നിർമ്മിക്കുന്നതിനോ ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവും സഹകാരിയുമായിരുന്ന ഇ ബാലകൃഷ്ണന്റെ 7ാം ചരമവാർഷിക ദിനം സമുചിതമായി ആചരിച്ചു. പനൂർ ഗാന്ധി പാർക്കിൽ ഇ ബാലകൃഷ്ണൻ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ടി എ മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവും സഹകാരിയുമായിരുന്ന ഇ ബാലകൃഷ്ണന്റെ 7ാം ചരമവാർഷിക ദിനാചരണത്തിൽ പയ്യന്നൂരിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഭരണഘടന, ധാർമ്മികതയും ഇന്ത്യൻ മതേതരത്വവും എന്ന വിഷയത്തിൽ അനിൽ ചേലാമ്പ്ര പ്രഭാഷണം നടത്തി. ഭരണഘടന എന്ന് പറയുന്ന ഒന്ന് ഈ രാജ്യത്തുണ്ടാകുന്നത് എപ്പോഴാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നതും ഒരു ചോദ്യമാണ്. ആ രണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഭരണഘടനയുടെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റൂ. എങ്ങനെയാണ് ഈ ഭരണഘടന ഉണ്ടായി വന്നത് എന്നും ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പത്തെ ഒരു സാമൂഹ്യ അവസ്ഥയിൽ അന്നത്തെ മനുഷ്യരുടെ കോഡ് ഓഫ് കോണ്ടക്ട്, അവരുടെ പെരുമാറ്റച്ചട്ടങ്ങളെ നിയന്ത്രിച്ചിരുന്നത് എന്താണ് എന്നും തിരിച്ചറിയുമ്പോഴാണ് ഭരണഘടനയുടെ പ്രസക്തി നമുക്ക് മനസ്സിലാവുന്നത്. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് കെ വിജയകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നേതാക്കളായ C കൃഷ്ണൻ, V നാരായണൻ, KV ബാബു, IV ശിവരാമൻ, V കുഞ്ഞികൃഷ്ണൻ, KP ബാലകൃഷ്ണ പൊതുവാൾ, V രമേശൻ, U നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. PKS കല്യാശ്ശേരി മണ്ഡലം കൺവെൻഷനും അവാർഡ് ജേതാക്കൾക്ക് അനുമോദനവും എരിപുരം PCC ഹാളിൽ നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. PKS കല്യാശ്ശേരി മണ്ഡലം കൺവെൻഷനും അവാർഡ് ജേതാക്കൾക്ക് അനുമോദനവും M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. തെയ്യം കലാകാരന്മാരായ ബാലൻ പണിക്കർ, ചന്ദ്രൻ പണിക്കർ, ഗ്രന്ഥരചയിതാവ് ഡോക്ടർ YV കണ്ണൻ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായി. ഗുജറാത്ത് വംശീയ കലാപം എത്രയോ ഘട്ടങ്ങളിൽ നാം ചർച്ച ചെയ്തതാണ്. വളരെ ലളിതമായി കടമ്മനിട്ട തന്റെ കിയ എന്ന കവിതയിൽ നമ്മളെല്ലാം കവിത വായിച്ചത്, ഞങ്ങളുടെ വരികളിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ ഗുജറാത്ത് കലാപത്തിന്റെ തീവ്രമായ തലങ്ങളെ തന്റെ ചുരുങ്ങിയ വരികളിലൂടെ കടമ്മനിട്ട പങ്കുവെച്ചിട്ടുണ്ട്. കടമ്മനിട്ട ആ കവിത തന്നെ, കിയ എന്ന കവിത എന്ന് പറയുന്നത് ട്രെയിൻ യാത്രയെ കുറിച്ചാണ്. താൻ ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച ഒരു യാത്രയിൽ ഒരു സഹയാത്രികൻ കടമ്മനിട്ടയോട് എന്താണ് പേരെന്ന് ചോദിക്കുക. രാമകൃഷ്ണൻ എന്ന് മറുപടി കൊടുത്തപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ചേർന്നിരുന്ന് പറയുന്നു, രാമനും കൃഷ്ണനുമുള്ള പേര്. PKS പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി CH പ്രമോദ് അധ്യക്ഷത വഹിച്ചു. PKS കണ്ണൂർ ജില്ലാ സെക്രട്ടറി K ജനാർദ്ദനൻ, PKS മാടായി ഏരിയ കമ്മിറ്റി സെക്രട്ടറി PV രാജീവൻ, LDF കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി K പത്മനാഭൻ, CPM മാടായി ഏരിയ സെക്രട്ടറി V വിനോദ്, K ചന്ദ്രൻ, MT നളിനി, K രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പയ്യന്നൂരിൽ നൈറ്റ് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച്
ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. പന്തംകുളത്തി നടത്തിയ നൈറ്റ് മാർച്ച് പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ നിന്നും ആരംഭിച്ച പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പഴയ ബസ് സ്റ്റാൻഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പി അനീഷ അധ്യക്ഷത വഹിച്ചു. CV രഹിനേജ്, C ഷിജിൽ, TCV നന്ദകുമാർ, K മനുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖല നീർപ്പറവകൾക്ക് ഒരു കണം, ഉരുകുന്ന വേനൽ ചൂടിൽ സഹജീവികൾക്ക് ഒരിറ്റ് ദാഹജലം കരുതാം പദ്ധതി നീര് പയ്യന്നൂർ പെരുമ്പ GMUP സ്കൂളിൽ ആരംഭിച്ചു. പെരുമ്പ GMUP സ്കൂൾ HM കവി CM വിനയചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖല നീർപ്പറവകൾക്ക് ഒരു കണം, ഉരുകുന്ന വേനൽ ചൂടിൽ സഹജീവികൾക്ക് ഒരിറ്റ് ദാഹജലം കരുതാം പദ്ധതി നീര് ആരംഭിച്ചു. കവിയും പെരുമ്പ GMUP സ്കൂൾ ഹെഡ്മാസ്റ്ററുമായ CM വിനയചന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പറവകൾക്ക് ദാഹജലം നൽകുന്ന ഏറ്റവും അനിവാര്യമായ ഈ ഒരു കാലത്ത് നമുക്കറിയാം, ചൂടെന്ന് പറയുന്നത് മുമ്പ് എന്നേക്കാളും അധികം കൂടി വരുന്ന ഒരു കാലമാണ്. ഏപ്രിൽ മാസത്തിൽ പൂക്കേണ്ട കണിക്കൊന്നൊക്കെ നമ്മുടെ ഒക്ടോബർ നവംബർ മാസത്തിൽ തന്നെ പൂത്തു നിൽക്കുന്ന അത്യുഷ്ണത്തിന്റെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ ഒരു കാലത്ത് തീർച്ചയായിട്ടും പക്ഷികൾ അനുഭവിക്കുന്ന ഈ ഒരു വല്ലാത്ത പ്രയാസത്തിന് ഒരു പരിധിവരെയെങ്കിലും അവർക്ക് ദാഹജലം നൽകാനുള്ള ഈ ഒരു പദ്ധതി ഏറ്റവും ശ്ലാഘനീയമാണ്. AKPA മേഖലാ പ്രസിഡന്റ് ജയറാം പയ്യന്നൂർ അധ്യക്ഷത വഹിച്ചു. AKPA മേഖലാ സെക്രട്ടറി പ്രതീഷ് ചുണ്ട, രാജേഷ് കരേള, വിദിലേഷ് അനുരാഗ്, ഷിജു KV, ഷൈജു TK, ഷാജി M പയ്യന്നൂർ, കൃഷ്ണദാസ് മാധവി, പ്രമോദ് ലയ, സുഭാഷ് MV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU പയ്യന്നൂർ ബ്രാഞ്ച് കുടുംബ സംഗമം ട്രേഡ് യൂണിയൻ സെന്ററിൽ CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU പയ്യന്നൂർ ബ്രാഞ്ച് കുടുംബ സംഗമം ട്രേഡ് യൂണിയൻ സെന്ററിൽ CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു ഭാഗത്ത് രാജ്യത്തെ കൃഷിക്കാര് അവര് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോരുന്നത് എന്നതാണ്. രണ്ട് പ്രധാനപ്പെട്ട ശക്തികളാണ് രാജ്യത്തിനകത്തുള്ള, ഒന്ന് തൊഴിലാളികൾ, മറ്റൊന്ന് കൃഷിക്കാർ എന്ന് പറയുന്നവരാണ്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങാൻ കുടുംബസംഗമത്തിൽ തീരുമാനമെടുത്തു. CK സജീവൻ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ പ്രസിഡന്റ് PJ ജേക്കബ്, സംസ്ഥാന കമ്മിറ്റി അംഗം C സുനിത, T രാമചന്ദ്രൻ, ബ്രാഞ്ച് സെക്രട്ടറി M ചന്ദ്രൻ, ട്രഷറർ VV രജിത, AP മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ പരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുതാഴം കൊവ്വൽ റെഡ് സ്റ്റാർ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കൊവ്വലിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ പോള കൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM മാടായി ഏരിയ കമ്മിറ്റി അംഗം CM വേണുഗോപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചെറുതാഴം കോവൽ റെഡ് സ്റ്റാർ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കോവലിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ പോള കൃഷ്ണൻ അനുസ്മരണവും അനുസ്മരണ പ്രഭാഷണവും സംഘടിപ്പിച്ചു. CPIM മാടായി ഏരിയ കമ്മിറ്റി അംഗം CM വേണുഗോപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസിന്റെ ഗുണ്ടകളിലായ പ്രതിയാണ് കുഞ്ഞമ്മത്ത് സഖാവ് ചിരികണ്ഠനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അത് 72 എൻ്റെ ഓർമ്മ. ആ 72 കാലത്താണ് സഖാവ് അഴീക്കോടനെ കൊലപ്പെടുത്തിയത്. നമ്മുടെ നിരവധി സഖാക്കളെ പല മേഖലകൾ സഖാവ് ധീരരായിട്ടുള്ള നിരവധി സഖാക്കളെ നമ്മളെ നിലമ്പൂര് കുഞ്ഞാലി ഉൾപ്പെടെയുള്ള എത്രയോ നേതാക്കന്മാരെ ഉൾപ്പെടെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തി. ചടങ്ങിൽ T രമേശൻ അധ്യക്ഷത വഹിച്ചു. IV ശിവരാമൻ, CV ബാലകൃഷ്ണൻ മാസ്റ്റർ, PP ബാലൻ മാസ്റ്റർ, MV രവി, K മനോജ്, U സുരേശൻ, M രവീന്ദ്രൻ, MB രമ, A നിശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര.
വടശ്ശേരി AKG സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം AKG സ്മാരക കലാകായികവേദി സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ഈവനിംഗ് സെവൻസ് സമാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ സമ്മാന വിതരണം നിർവഹിച്ചു. ചെറുതാഴം കോവൽ റെഡ് സ്റ്റാർ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കോവലിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ പോള കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണവും സംഘടിപ്പിച്ചു. CPIM മാടായി ഏരിയ കമ്മിറ്റി അംഗം CM വേണുഗോപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസിന്റെ ഗുണ്ടകളിലാകത്തതാണ് കുഞ്ഞമംഗലത്ത് ചിരികണ്ഠനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അത് 72 എൻ്റെ ഓർമ്മ. ആ 72 കാലത്താണ് സഖാവ് അഴീക്കോടനെ കൊലപ്പെടുത്തിയത്. നമ്മുടെ നിരവധി സഖാക്കളെ പല മേഖലകൾ സഖാവ് വീരരായിട്ടുള്ള നിരവധി സഖാക്കളെ നമ്മളെ നിലമ്പൂര് കുഞ്ഞാലി ഉൾപ്പെടെയുള്ള എത്രയോ നേതാക്കന്മാരെ ഉൾപ്പെടെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തി. ചടങ്ങിൽ T രമേശൻ അധ്യക്ഷത വഹിച്ചു. IV ശിവരാമൻ, CV ബാലകൃഷ്ണൻ മാസ്റ്റർ, PP ബാലൻ മാസ്റ്റർ, MV രവി, K മനോജ്, U സുരേശൻ, M രവീന്ദ്രൻ, MB രമ, A നിശാന്ത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠനോത്സവം അതുല്യം 2024 വിവിധ പരിപാടികളോടെ നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഹെഡ് മിസ്ട്രസ് S വസന്ത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. Jersey number 7 Prajul. Players Arvind. Jersey number 2 Ashok. Jersey number 10 Agas. Jersey number 3 Jabbar. Jersey number 12 Baiju. EMS AKG ദിനാചരണത്തോടനുബന്ധിച്ച് AKG സ്മാരക വായനശാല ഗ്രന്ഥാലയം AKG സ്മാരക കലാകായികവേദി സംയുക്ത ആഭിമുഖ്യത്തിൽ വടശ്ശേരി AKG മൈതാനിയിൽ നടത്തിവന്ന ഈവനിംഗ് 7 സമാപിച്ചു. സമാപന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ട്രോഫികളും ക്യാഷ് പ്രൈസുകളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പത്മിനി, വാർഡ് മെമ്പർ K പങ്കജാക്ഷൻ, P ചന്ദ്രൻ, M ഷിജു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സംഘാടക സമിതി അംഗങ്ങൾ നിങ്ങളെ സമീപിക്കുമ്പോൾ സമ്മാനപത്രം എടുത്തുകൊണ്ട് ഈ ടൂർണമെന്റിൽ വിജയത്തിനായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചെറുകുന്ന് കുന്നനങ്ങാട് ശ്രീ ഗുരുക്കളോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് സമാപനം. സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ മുതൽ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ചെറുകുന്ന് കുന്നനങ്ങാട് ശ്രീ ഗുരുക്കളോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിവസം രാവിലെ മുതൽ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ധർമ്മദൈവം, കന്നിക്കൊരു മകൻ ദൈവം, ബാലിദൈവം, ധൂളിയാങ്കാവിൽ ഭഗവതി, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ ദൈവക്കോലങ്ങൾ കെട്ടിയാടി. 3 ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അന്നദാനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കുഞ്ഞിമംഗലം മടത്തുംപടി ശ്രീ ഭൂതനാഥ ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 14 വ്യാഴാഴ്ച നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിൽ വ്യാപക പ്രതിഷേധം. പഴയങ്ങാടിയിൽ ഭേദഗതി ബില്ലിന്റെ കോപ്പി കത്തിച്ചു. പയ്യന്നൂരിൽ LDF-ന്റെയും UDF-ന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും. ഹിന്ദു ഐക്യവേദി പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹിന്ദു അവകാശ മുന്നേറ്റ യാത്രയ്ക്ക് പയ്യന്നൂരിൽ സമാപനം. സമാപന പരിപാടി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തങ്കയമുക്കിലെ അപകടം ഒഴിവാക്കുന്നതിനായി ഗതാഗത പരിഷ്കാരമൊരുങ്ങി. പുതിയ തീരുമാനങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ സംയുക്ത പരിശോധനയ്ക്ക് ശേഷം. ഇടപെടൽ പഞ്ചായത്ത് നൽകിയ പരാതിയെ തുടർന്ന്.
മാലിന്യത്തിൽ നിന്ന് മോക്ഷം കിട്ടാതെ പരിയാരം അലക്യം തോട്. തോട് സംരക്ഷണത്തിനായി ആവിഷ്കരിച്ച പദ്ധതികൾ ഒന്നും ഫലം കാണുന്നില്ല. അവഗണിച്ച് ഇല്ലാതാക്കുന്നത് വേനലിലും വറ്റാതെ ഒഴുകുന്ന ജലസ്രോതസ്സിനെ. പെരുമ്പ KSRTCക്ക് സമീപം ദേശീയപാതയിൽ ഡിവൈഡറിലിടിച്ച് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാവുന്നു. ആവശ്യമായ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നില്ല. അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ആവശ്യം. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.